പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എന്നതാ ദേവാ? തന്നെ സംശയത്തോടെ നോക്കുന്നവളെ നോക്കി വന്ന ചിരി അടക്കി പുരുകം പൊക്കിക്കൊണ്ട് ഡേവിഡ് ചോദിച്ചു. ഈ ചാൻ എന്തിനാ പാട്ടിയുടെ റൂമിലേക്ക് പോയത്? ഞാൻ ചുമ്മാ യാത്ര പറയാൻ പോയതാ. മിത്രയുടെ കാതിലെ കമ്മൽ തട്ടിക്കളിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. ഡേവിഡ് പറയുന്നത് കള്ളമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മിത്ര ഡെവിയുടെ കയ്യിൽ ഇത്തിരി ഊക്കി തട്ടിമാറ്റി അവനെ കൂർപ്പിച്ച് നോക്കി. പെട്ടെന്ന് തന്നെ ഡെവി അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ച് മിത്രയെ തന്നോട് വലിച്ചടുപ്പിച്ച് അവളുടെ അതരങ്ങൾ ചേർത്ത് നുണഞ്ഞെടുത്തതും മിത്ര കണ്ണു പിടിച്ചു നിന്നു. കാരണം മറ്റുള്ളവരുടെ മുന്നിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്ന രീതിയിലൊന്നും ഇതുപോലെ സ്നേഹം പ്രകടിപ്പിക്കാത്ത ആളാണ് ഡേവിഡ്. അവന്റെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ടുള്ള ഈ പ്രവൃത്തിയിൽ അവൾ ഞെട്ടിപ്പോയി. തങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹാളിലാണ്. ഏത് നിമിഷവും ആരും കടന്നു വരാം എന്ന ബോധം വന്നതും മിത്ര പതിയെ അവൻ്റെ മുതുകിൽ ഇടി വെച്ച് കൊടുത്തതും ഡേവിഡ് മിത്രയുടെ കീച്ചുടിനൊന്ന് കടിച്ചു വിട്ട് മിത്രയിൽ നടന്നു മാറി. എന്തു പറ്റി? മിത്ര സംശയത്തിൽ ഡെവിയെ നോക്കി ചോദിച്ചതും ഡെവി ഒന്നുമില്ലെന്ന് തലയാട്ടി. അല്ല, ഇതെന്നതാ? ഡെവി മിത്രയുടെ കയ്യിലെ വലിയ കവറിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇത് ഡാനിക്കും കുഞ്ഞുണ്ടൊക്കെ ഉള്ളതാ, അവർക്ക് വരാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ട് എടുത്തതാ. മിത്ര വിശദീകരണം പോലെ ഡെവിയോട് പറഞ്ഞു. വാ, നമുക്കിറങ്ങാം, ഇനി നിന്ന വൈകും. മിത്രയുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ ചെവിക്ക് പിന്നിലേക്ക് വെച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞ് അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. അപ്പാ പോകണ്ടേ? സ്വീകരണ മുറിയിൽ അയ്യരോടൊപ്പം സംസാരിച്ചിരിക്കുന്ന ഐസക്കിന് അരികിലേക്ക് വന്നുകൊണ്ട് ഡേവി ചോദിച്ചു. ആ എന്നാ അയ്യരെ, ഞങ്ങൾ ഇറങ്ങാം. അവരെ കണ്ടതും ഇരുന്നേടത്തും എഴുന്നേറ്റുകൊണ്ട് ഐസക്ക് പറഞ്ഞു. ആ എന്നാൽ അങ്ങനെയാകട്ടെ, എൻഗേജ്മെന്റിന്റെ 2 ദിവസം മുമ്പേ ഇങ്ങ എത്തിയേക്കണം കേട്ടോ. അയ്യരണീറ്റ് ഐസക്കിനോടായി പറഞ്ഞു. അത് പിന്നെ പ്രത്യേകം പറയണോ? ഞങ്ങളൊക്കെ 2 ദിവസം മുമ്പ് എത്തും. അയ്യര് പറഞ്ഞത് കേട്ട് ഐസക്ക് പറഞ്ഞിറങ്ങി. മിത്രയും ഡെവിയും എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. കീർത്തിയുടെ കയ്യിലുള്ള കുഞ്ഞിന്റെ നെറുകയിലൊന്ന് ഊത്തി എന്നല്ലാതെ എടുക്കാനോ തൊടാനോ നിൽക്കാതെ മിത്ര ഡേവിക്കും ഐസക്കിനൊപ്പം അവിടുന്ന് ഇറങ്ങി. കുരിശുമുറ്റത്തെത്തിയതും മിത്ര വേഗം അടുക്കളയിൽ പോയി കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ എടുത്ത് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് ഷർട്ട് മാറ്റുന്ന ഡെവിയാണ്. അവനെ നോക്കി ഡോറടച്ച് മിത്ര കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്ന് സാരിയിൽ നിന്നും എല്ലാം അടിച്ചു മാറ്റി പിന്നിയിട്ട മുടി പിന്നിലേക്ക് ഇട്ട് അയക്കാൻ തുടങ്ങുമ്പോഴാണ് പിന്നിലൂടെ വന്ന് ഡെവി അവളെ മുറുകെ പുണർന്നത്. ഇച്ചായ. ഡെവി തന്നെ പുണർന്ന നിമിഷം തന്നെ മിത്ര തിരിഞ്ഞവനെ കെട്ടിപ്പിടിച്ച നെഞ്ചിലേക്ക് ചേർന്ന് കൊണ്ട് വിളിച്ചു. എന്നതാ? അവളെ തിരികെ പുണർന്നുകൊണ്ട് ഡെവി ചോദിച്ചു. പാട്ടിയെ കാണാൻ പോയിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഭാവഭേദമൊന്നും കൂടാതെ ഡെവിയുടെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ച് കളിച്ചുകൊണ്ട് തന്നെ മിത്ര ഡെവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിന്റെ പാട്ടിയോട്. മിത്രയുടെ കവിളിൽ നുള്ളി അവളുടെ ചെവിയിൽ ചുംബിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. കള്ളം പറയില്ല ചായ, എനിക്കറിയാം പാട്ടി എന്ന് പറഞ്ഞൊക്കെ ഈ ചായ നല്ല മറുപടി കൊടുത്തിട്ടുണ്ടാകുമെന്ന്. അതെല്ലോ, നല്ലവണ്ണം പറഞ്ഞു, കൂടെ 2 അടിയും കൊടുത്തു. എന്തേ, എൻ്റെ കൊച്ചിന് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കെന്ത് പ്രശ്നം? ഈ ചായനെ അടിച്ചിട്ടൊന്നുമില്ലെന്ന് എനിക്ക് അറിയാം. ഇനി അടിച്ചാൽ എനിക്ക് പ്രശ്നമല്ല. അവർക്ക് 2 കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡെബിയെ നോക്കി നിറഞ്ഞ ചിരിയോടെ മിത്ര പറഞ്ഞു. അമ്പടി കള്ളി, നീ ആൾ കൊള്ളാലോ. മിത്ര പറഞ്ഞത് കേട്ട് ചിരിയോടെ ഡെബി പറഞ്ഞതും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അത്രക്ക് വെറുത്ത് പോയി ചായ. ഞാൻ പാട്ടിയുമായിട്ട് ഒരു പ്രശ്നത്തിനും പോയിട്ടില്ല. പിന്നെ എന്തിനാണ് അവ എന്നെ വെറുതെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? പാട്ടി എന്ന് അവൾ മനഃപൂർവ്വം എല്ലാവർക്കും മുന്നിലിട്ട് കുത്തി പറഞ്ഞതൊക്കെ ഓർത്ത് വിഷമത്തിൽ മിത്ര പറഞ്ഞു. പോട്ടെ നീ, എൻ്റെ കൊച്ചതൊന്നും ആലോചിച്ച് സങ്കടപ്പെടണ്ട. നിന്റെ പാട്ടിയുടെ വിവരക്കേടായി കണക്കാക്കിയാൽ മതി ആ പറഞ്ഞതൊക്കെ. മിത്രയെ കൂടുതൽ തന്നിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. പാട്ടിയുടെ വാക്ക് വിശ്വസിച്ച് ചൈനക്ക് ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു. ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് ശിക്ഷയായിരിക്കും ഒരു കുഞ്ഞിനെ തരാതെ ദൈവനെ വേദനിപ്പിക്കുന്നത്, അല്ലേ ചായ? ഡെവിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി കണ്ണു നിറച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. ദേവ, എന്തൊക്കെയാ ഈ പറയുന്നത്? ഉള്ള ബോധം കൂടെ പോയോ കൊച്ചേ? ജീവിതത്തിൽ അബദ്ധം പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല കൊച്ചേ. നിന്റെ പ്രവൃത്തി ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിന് നിന്റെ തെറ്റെന്താ? അവരല്ലേ നിന്നെ തെറ്റിദ്ധരിപ്പിച്ച് കബളിപ്പിച്ചത്? അതിൽ എൻ്റെ ജീവിതം നീ കാരണം നശിക്കാതെ നന്നായി കാണാൻ വേണ്ടിയല്ലേ എൻ്റെ കൊച്ചി ഈ വേദനയൊക്കെ സഹിച്ചത്? നീ കാരണം ഞാനും ഒത്തിരി വേദനിച്ചു. എങ്കിലും നിന്റെ ഉള്ളിലുള്ള സ്നേഹം കാരണമല്ലേ എന്നാലോചിച്ചപ്പോൾ ആ ദേഷ്യമൊക്കെ അലിഞ്ഞു പോയി. ഇനി എൻ്റെ ദേവ അതൊന്നും ആലോചിച്ച് വിഷമിക്കരുത്. നിന്റെ പാട്ട് ചെയ്തതിനെല്ലാം അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. നമുക്കിനിയും ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കാം. കാത്തിരുന്ന് കിട്ടുന്നതിനൊരു രസമല്ലേ? നമുക്കിടയിൽ ഒരാൾ വരുന്നത് വരെ
നമുക്കിങ്ങനെ സ്നേഹിച്ച് കഴിയാം. പക്ഷെ എൻ്റെ കൊച്ചു വേദനിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് വേദനിക്കുന്നത്. മിത്രയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ഡെവി പറഞ്ഞതും മിത്ര തേങ്ങിക്കൊണ്ട് ഡെവിയെ ഇറുകപ്പെടുന്നു. ഇല്ല ചായ, ഇനി ഞാൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കില്ല. എനിക്ക് നിശ്ചയനുണ്ടല്ലോ, നിശ്ചയം മാത്രം മതി എനിക്ക്. അതും പറഞ്ഞ് പെരുവിരൽ കുത്തി ഉയർന്നു പൊങ്ങി മിത്ര ഡെവിയുടെ ഇരു കവളിലും മാറി മാറി ചുംബനങ്ങൾ വാരിക്കോരി നൽകി. അതിനനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് മുറുകി. വിട്ടേ ചായ, ഞാൻ ഇതൊക്കെ ഒന്ന് അഴിച്ചു മാറ്റട്ടെ, ചൂടെടുത്തിട്ട് വയ്യ. ഡെവിയുടെ കൈകൾ അനുസരണയില്ലാതെ ഓടി നടക്കാൻ തുടങ്ങിയതും ആ കൈകളിൽ കിടന്ന് കുതിറിക്കൊണ്ട് മിത്ര പറഞ്ഞു, നമുക്ക് പതിയെ അയച്ചു മാറ്റാം നീ. ഇപ്പം ഞാൻ എൻ്റെ കൊച്ചിനൊന്ന് കണ്ണു നിറച്ച് കാണട്ടെ. മിത്രയുടെ തോളിൽ താടി കുത്തി നിന്ന ഡേവിഡ് അവളുടെ തലയിൽ ചൂടിയ പൂവിൽ മുഖം പൂഴ്ത്തി അതിൻ്റെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് പറഞ്ഞു. ഡേവി പറഞ്ഞത് കേട്ടതും അതുവരെയുള്ള മിത്രയുടെ മുഖം മാറി മുഖത്ത് ചിരി പടർന്നു. അയ്യടാ, എന്നെ തീരെ കാണാത്ത പോലെയാണല്ലോ പറച്ചിൽ കേട്ടാ. ഡേവിഡ് പറഞ്ഞത് കേട്ട് ചിരിയടക്ക് കെറുവോടെ മിത്ര പറഞ്ഞതും ഡേവി ഒന്ന് ചിരിച്ചു. എന്ത് ചെയ്യാന്, എൻ്റെ കൊച്ചു ദിവസം കൂടുന്നോറും സുന്ദരിയായി വരിക. അപ്പം പിന്നെ എത്ര കണ്ടാലും മതി വരില്ല നീ. മിത്രയുടെ പിൻകഴുത്തിൽ ചുംബിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞതും ദേഹത്താൻ്റെ മീശയും താടിയും രോമത്തിലും ചുംബന ചൂടിലും ഒന്ന് ചിണുങ്ങിപ്പിടഞ്ഞ് മിത്ര തൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി വരഞ്ഞ ഡേവിയുടെ കയ്യിൽ പിടിമുറുക്കി. അവളുടെ കവളുകൾ നാണം കൊണ്ട് കൂടുതൽ ചുവന്നു തൊടുത്തു. സത്യം പറയാലോ ദേവ, എനിക്ക് നിന്നെ കാണുമ്പോൾ കടിച്ചു തിന്നാനാ തോന്നുന്നത്. അതിലേറെ നിന്നെ സ്നേഹിക്കാനുള്ള കൊതിയും. സാരിക്കടയിലൂടെ കൈ കടത്തി അവളുടെ വയറിൽ തലോടൊപ്പം കഴുത്തിലും പുറത്തും ചുംബിച്ച് നുണഞ്ഞുകൊണ്ട് ഡേവി പറഞ്ഞതും മിത്ര ശക്തമായി തന്നെ പിടഞ്ഞു. വല്ലാതെ കൊതി തോന്നുവാ കൊച്ചേ. മിത്രയുടെ ചെവിത്തുമ്പ് കടിച്ചു നുണഞ്ഞുകൊണ്ട് ഡേവിഡ് പറഞ്ഞതും മിത്ര അവൻ്റെ ചുണ്ടുകളും കൈകളും നൽകുന്ന അനുഭൂതിയിൽ തന്നിൽ നിന്നും ഉയരാൻ തുടങ്ങിയ ആർദ്രനാദത്തെ അടക്കി നിർത്തി. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കൊതി കുറച്ച് കൂടിയിട്ടുണ്ട് ചായന്. അതത്ര നല്ലതല്ലേ? എങ്ങനെയൊക്കെയോ ഡെവിയുടെ കരവലയത്തിൽ നിന്നും വളർന്നു മാറി ഡെവിക്ക് നേരെ തിരിഞ്ഞ് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ആ നിമിഷം തന്നെ ഡെവി അവളെ വാരിപ്പിടിച്ച് വരിഞ്ഞു മുറുകി അതിനങ്ങൾ കടിച്ചെടുത്ത് ചുംബിക്കാൻ തുടങ്ങിയതും എതിർപ്പൊന്നുമില്ലാതെ മിത്ര അവന് വിധേയമായി നിന്നുകൊടുത്തു. പരസ്പരം വിട്ടുകൊടുക്കാതെ ഇരുവരും മധുരങ്ങൾ നുണഞ്ഞിറക്കി. ചുംബനം മുറുകുന്നതിനോടൊപ്പം വികാരത്തിളച്ചയിൽ ഇരുദേഹങ്ങളും ചൂടുപിടിക്കാൻ തുടങ്ങിയതും ഡെവി മിത്രയെ എടുത്ത് ബെഡിലേക്ക് കിടത്തി അവളെ ചുംബിച്ചുണർത്തി അവളെന്ന പെണ്ണിനെ വീണ്ടും വീണ്ടും മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുക്കം തളർച്ചയോടെ അവളിൽ നിന്നും പിൻവാങ്ങി ഡേവിഡ് മിത്രയുടെ നഗ്നമായ മാറിൽ മുഖം പൂഴ്ത്തി കിടന്നതും അണപ്പോടെ ഡെവിയെ പറ്റിപ്പിടിച്ച് മിത്രയും കിടന്നു. അയ്യോ! കിതപ്പ് മാറിയത് സമയം നോക്കിയ മിത്ര ക്ലോക്കിലെ സമയം കണ്ട് ഞെട്ടലോടെ വിളിച്ച് ഡെവിയെ തള്ളി മാറ്റി ബെഡിയിൽ എഴുന്നേറ്റിരുന്നു. എന്നതാ ദേവ? ഡെവി മിത്രയെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. സമയം നോക്കിച്ചായ, വൈകിപ്പോയി. കുഞ്ഞൂട്ടിനും ക്ലാസ്സിലുള്ള പിള്ളേരൊക്കെ ഇപ്പൊ വരും. താത്രപ്പാടോടെ പുതപ്പ് ചുറ്റി എണീച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. ആ ബോധം നിനക്ക് ഇപ്പോഴാണ് വരുന്നത്? മിത്രയുടെ വെപ്രാളം കണ്ട് ഡെവി പറഞ്ഞതും മിത്ര ഡെവിയെ ഒന്ന് കൂർപ്പിച്ച് നോക്കി താഴെ വീണ് കിടക്കുന്ന ഡ്രസ്സ് എടുത്തിട്ട് സാരിയും ചുറ്റി മാറ്റിയെടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് താഴേക്ക് ഓടി. മിത്രയുടെ ഓട്ടം കണ്ടതും ഡെവി ചിരിച്ചുകൊണ്ട് ബെഡിലേക്ക് തന്നെ കിടന്നു. മിത്ര വേഗം പോയി കുളിച്ച് മാറ്റി അടുക്കള വശത്തെ ഡോർ വഴി ഉള്ളിലേക്ക് കയറി വരുമ്പോഴാണ് ചായ ഇടുന്ന ഡെവിയെ കാണുന്നത്. ആ സമയം തന്നെയാണ് ക്ലാസ് കഴിഞ്ഞ് കുഞ്ഞൂട്ടിനും അങ്ങോട്ട് വന്നത്. ഇതെന്ത് ഇപ്പൊ കുളിച്ചത്? പതിവിന് വിപരീതമായി ആ സമയത്ത് കുളിച്ചു വരുന്നവളെ കണ്ട് കുഞ്ഞൂട്ടൻ സംശയത്തിൽ മിത്രയെ നോക്കി ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടതും മിത്രയൊന്ന് നോക്കി. അത് പിന്നെ വല്ലാത്ത തലവേദന, അതോടൊന്ന് കുളിച്ചു. നിനക്ക് കഴിക്കാനെടുക്കട്ടെ? താപ്പിപ്പിറക്കി പറഞ്ഞുകൊണ്ട് മിത്ര വേഗം വിഷയം മാറ്റി. ചേട്ടത്തിക്ക് ഈടായിട്ട് എന്ന തലവേദനയാണല്ലോ. കുഞ്ഞൂട്ടനാക്കി ചിരിയോടെ പറഞ്ഞതും മിത്രയൊന്ന് ചമ്മി. ചമ്മേണ്ട, ദേ പിള്ളേരൊക്കെ വന്നു തുടങ്ങി. ചേട്ടത്തി അങ്ങോട്ട് പോക്കോ, ഭക്ഷണമൊക്കെ ഞാനെടുത്ത് കഴിച്ചോളാം. മിത്രയുടെ ഭാവം കണ്ട് കുഞ്ഞൂട്ടൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ അവനെ കണ്ണു കൂർപ്പിച്ച് നോക്കി. കുഞ്ഞൂട്ടൻ മിത്രയുടെ കവളിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് പോയി. ദേവാ, നിനക്ക് ചായ വേണോ? ഡെവിയുടെ ചോദ്യം കേട്ടതും മിത്ര അവനെ കെറുവോടെ നോക്കി. ഡെവിയുടെ കയ്യിലൊരു പിച്ച് വെച്ച് കൊടുത്തു. എന്നതാ ദേവാ? മിത്ര പിച്ചയെടുത്തായി ഒഴിഞ്ഞുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. നാണം കേട്ടോ അവന് മുന്നിൽ. കുഞ്ഞുകൊണ്ട് കാര്യം മനസ്സിലായി. ഓക്കെ, ഇച്ചായം കാരണ. അതിനിപ്പോ എന്നാ, അവൻ കൊച്ചു കുഞ്ഞൊന്നല്ലല്ലോ. ഇവിടെയുള്ള ആരും കൊച്ചു കുഞ്ഞല്ലെന്ന് ഇച്ചാൻ ഓർക്കണമായിരുന്നു. കുഞ്ഞൂട്ടൻ കുളിച്ചു വന്നിട്ട് കഴിക്കാനുള്ള ഭക്ഷണം വേഗം വിളമ്പിയെടുത്തുകൊണ്ട് മിത്ര പറഞ്ഞതും ഡെവി അവളെ വലിച്ച് തന്നോട് ചേർത്ത് നിർത്തി. ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കായല്ലേ? മിത്രയുടെ തുടുത്ത കവളിൽ കടിച്ചുകൊണ്ട് ഡേവിഡ് ചോദിച്ചു. ഈ ചായന് തന്നെയാ, ഒന്ന് മാറിയ ചായ, സമയമില്ല.
മിത്ര പറഞ്ഞത് കേട്ടിട്ട് രവി അവൾ വിടാതെ ഇറുകപ്പെടുന്ന് ആ കവളിൽ ചുംബിച്ചതും മിത്ര വേഗം തന്നെ തള്ളി മാറ്റി ഡാൻസ് ക്ലാസ്സിന് വന്ന പിള്ളേരുടെ അരികിലേക്ക് ഓടി. ദിവസങ്ങളും മാസങ്ങളും വീണ്ടും വലിയ മാറ്റമില്ലാതെ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ മിത്രയുടെ ചെറിയ ഏട്ടൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. പാർട്ടിയുടെ പഴയ ശൗര്യമൊക്കെ അടങ്ങി. അവരും വല്ലാതെ ഒതുങ്ങിപ്പോയിരുന്നു. മിത്രയെ കാണുന്ന ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും അവൾ അവരെ കാണാൻ പോയിരുന്നില്ല. അത്രയ്ക്ക് അവൾ അവർ വെറുത്തു പോയിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഒരുക്കം കഴിഞ്ഞതും മിത്ര നേരെ പോയത് കുഞ്ഞുട്ടിൻ്റെ റൂമിലേക്കായിരുന്നു. അടിച്ചിട്ട് റൂം കണ്ടതും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മിത്ര ആ ഡോറിൽ തട്ടി വിളിച്ചതും കുഞ്ഞുട്ടൻ വന്ന് ഡോറ് തുറന്നിരുന്നു. എന്താടാ ഇത്, നീ ഇനിയും ഡ്രസ്സ് മാറ്റി ഫ്രഷ് ആയില്ലേ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അതേ കോലത്തിൽ നിൽക്കുന്ന കുഞ്ഞുട്ടിനെ കണ്ട് അവളുടെ മുഖത്ത് നോവ് നിറഞ്ഞുവെങ്കിലും അത് മറച്ചു വെച്ച് മുഖത്ത് സംശയം നിറച്ചുകൊണ്ട് മിത്ര ചോദിച്ചു. ചെല്ല്, വേഗം പോയി ഫ്രഷായി ഒരുങ്ങി വാ, അവരെല്ലാം റെഡിയായി കഴിയാനായി. റൂമിലേക്ക് കയറി അവൻ്റെ അലമാര തുറന്ന് അയൺ ചെയ്ത് വെച്ചതിൽ നിന്നും നല്ലൊരു പാൻറ്റും ഷർട്ട് എടുത്ത് കുഞ്ഞുട്ടിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് മിത്ര പറഞ്ഞു. ഞാൻ വരുന്നില്ല ചേട്ടത്തി, നിങ്ങൾ പോയാൽ മതി. മടിച്ച് മിത്രയോട് പറഞ്ഞു. അതെന്താ നിനക്ക് വന്നാ? അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ ഒക്കാതെ മിത്ര പറഞ്ഞു. എൻ്റെ കാര്യങ്ങൾ ചേട്ടത്തിക്ക് അറിയാവുന്നതല്ലേ? കണ്ണു നിറച്ചുകൊണ്ട് കുഞ്ഞുട്ടൻ പറഞ്ഞതും മിത്ര അവനെ ചേർത്ത് പിടിച്ചു. കുഞ്ഞുട്ടാ, പോയവര് പോയടാ, ഒരു കൊല്ലായില്ലടാ, ഇനിയെങ്കിലും നീ ഉൾവലിച്ചൊന്ന് നിർത്ത്. പറ്റുന്നില്ല ചേട്ടത്തി എന്നെ കൊണ്ട്. കുഞ്ഞുട്ടാ, നീ ഇങ്ങനെ ഒതുങ്ങി പോകുമ്പോൾ ഞങ്ങളൊക്കെ എത്ര വിഷമിക്കണമെന്ന് അറിയോ നിനക്ക്? നീ പഴയതെല്ലാം മറക്കണം എന്നല്ല പറയുന്നത്, എല്ലാം ആക്സെപ്റ്റ് ചെയ്യണം. പോയി റെഡിയായി വാ. ഞാനില്ല ചേട്ടത്തി, പറ്റത്തില്ല, നീ ഇല്ലാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല. മിത്ര ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ചേട്ടത്തി. കുഞ്ഞുട്ടൻ അവൾക്ക് അരികിൽ വന്ന് അവളുടെ കൈ പിടിച്ച് ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. ഒരു ചേട്ടത്തിയില്ല, പോകുന്നെങ്കിൽ എല്ലാവരും ഒരുമിച്ചേ പോകുന്നുള്ളൂ. മിത്ര കുഞ്ഞുട്ടിൻ്റെ കൈക്കുള്ളിൽ നിന്ന് തൻ്റെ കൈ വലിച്ചെടുത്ത് അവനെ നോക്കാതെ മുഖം പിടിച്ച് ഉറപ്പ് പോലെ പറഞ്ഞു. കുറച്ചു നേരം കുഞ്ഞുട്ടൻ മിത്രയെ നോക്കിയിരുന്നെന്ന് നിശ്വസിച്ച് അവൾ എടുത്തു വെച്ച് ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ പോയതും മിത്രയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. എന്നാലും പഴയ കുഞ്ഞുട്ടൻ്റെ നിഴൽ പോലും അവനില്ലെന്ന് ഓർത്തതും അവളുടെ മുഖത്ത് വേദന നിറഞ്ഞു. MBBSന് അഡ്മിഷൻ കിട്ടി ക്ലാസ്സിന് പോയി തുടങ്ങിയപ്പോൾ മുതൽ കുഞ്ഞുട്ടിന് കിട്ടിയ കൂട്ടായിരുന്നു നൈനിക എന്ന അവൻ നൈനു. അവൾക്ക് ചെറിയൊരു വിക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആരുമായിട്ട് അവൾ കൂട്ടല്ലായിരുന്നു. ഒറ്റയ്ക്ക് ഒതുങ്ങി പോകുന്ന അവളോട് ഇടിച്ചു കയറി സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു കുഞ്ഞുട്ടൻ. പോകെ ആ സൗഹൃദം വളർന്ന് അത് പ്രണയത്തിലേക്ക് വഴിമാറി. നൈനുവിനോട് പറയുന്നതിന് മുമ്പായി ആ കാര്യം അവൻ ആദ്യം തുറന്നു പറഞ്ഞത് മിത്രയോടായിരുന്നു. നൈനു സാമ്പത്തികമായി നല്ല ഉയർന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ കുഞ്ഞുട്ടൻ അവൻ്റെ ഉള്ളിലെ സ്നേഹം പറയാതെ കൊണ്ടു നടന്നു. പക്ഷെ പറയാതെ തന്നെ അവളുടെ ഉള്ളിലും അവനോട് ഇഷ്ടമുണ്ട് എന്ന് കുഞ്ഞുട്ടൻ അറിഞ്ഞതും കുഞ്ഞുട്ടൻ തന്നെയായിരുന്നു ആദ്യം അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളുടെ മുന്നിൽ തുറന്നു പറഞ്ഞത്. പിന്നീട് അവളുടെ പ്രണയത്തിൻ്റെ നാളുകളായിരുന്നു. അവളുടെ കുറവുകളൊന്നും അവനൊരു പ്രശ്നമല്ലായിരുന്നു. ദിവസങ്ങൾ പോകുന്തോറും ഇരുവരും പിരിയാൻ കഴിയാത്തവണ്ണം അടുത്തു പോയിരുന്നു. പക്ഷേ ആ പ്രണയത്തിന് ആയുസ് കുറവായിരുന്നു. ഇരുവരും ഇഷ്ടത്തിലാണെന്ന കാര്യം എങ്ങനെയോ നൈനുവിൻ്റെ വീട്ടിലറിഞ്ഞു. ആ പാവത്തിനെ കുറെ ഉപദ്രവിച്ചു. കുഞ്ഞുട്ടിനൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് മകളെ അവന് കൊടുക്കാൻ നൈനുവിൻ്റെ അച്ഛൻ മടിച്ചു. അതിലേറെ സ്വന്തം മകളെ ഇഷ്ടത്തേക്കാളും ആ അച്ഛന് വലുത് നാട്ടുകാരുടെ മുന്നിലുള്ള അന്തസ്സും പണത്തൂക്കവുമായിരുന്നു. അതുകൊണ്ട് തന്നെ നൈനുവിൻ്റെ എതിർപ്പ് കാര്യമാക്കാതെ അയാൾ തൻ്റെ ബിസിനസ് പാർട്ണറുടെ മകനുമായിട്ട് നൈനുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു. 10-20 വർഷം പോറ്റി വളർത്തിയ വീട്ടുകാർ ഉപയോഗിച്ച് സ്നേഹിച്ചവൻ്റെ കൂടെ പോകാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അതുപോലെ തന്നെ എന്നും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് 3-4 വർഷം പ്രാണനെ പോലെ പ്രണയിച്ചവനെയും തള്ളിക്കളയാനോ ആ സ്ഥാനത്ത് വേറൊരാളെ സ്വീകരിക്കാനോ പറ്റാതെ വന്നതും അവൾ തിരഞ്ഞെടുത്ത മാർഗം ആത്മഹത്യയായിരുന്നു.